തല താഴ്ത്താതെ നിലതെറ്റാതെ നവനൊരു ജീവി ചൽഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. കലുഷദോഷം കാണുന്നില്ല മനുജയിലെന്നുര ചെയ്തുക. കലുഷദോഷം കാണുന്നില്ല മനുജനിലെന്നുര ചെയ്തുക. മരണമതിൻ വിധിയെഴുതിയതവനെ പ്രതിമാത്രം ഭൂരത്ഭുതം. മരണമതിൻ വിധിയെഴുതിയതവനെ പ്രതിമാത്രം ഭൂരത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. ഇത്ര മഹാനായ ഉത്തമനാടിനൊരുത്തനയിൽ കാണുമോ. ഇത്ര മഹാനായ ഉത്തമനാടിനൊരുത്തനയിൽ കാണുമോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. അടുത്തും അകലെയും ഈ ശബ്ദശ്രവണിയുടെ സഹായത്താൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളെ വീക്ഷിക്കുന്ന ഈ പ്രദേശവാസികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങൾ ഈ പ്രദേശത്ത് വന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായ ദൈവിക സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ സമാധാനവും ദേശത്തോട് അറിയിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. 1912 ഏപ്രിൽ മാസം 14-ാം തീയതി ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേൾക്കുവാൻ ഇടയായി തീർന്നത്. ലോകത്തിലെ ഏറ്റവും വലുതും ആഡംബരത്തിന്റെ അവസാന വാക്കുമായ ടൈറ്റാനിക് എന്ന പേരുള്ള മഹായാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നു പോകുവാൻ ഇടയായി തീർന്നു. ഏകദേശം 1500-ൽ പരം മനുഷ്യർ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മരണപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്താണ് ടൈറ്റാനിക് എന്ന് പറയുന്ന ആ കപ്പൽ തകരാനുണ്ടായ കാരണം? പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിലും അതിൽ ഒരു പ്രധാന കാരണം ആ കപ്പൽ ഓടിച്ചിരുന്ന കപ്പിത്താൻ മുന്നറിയിപ്പ് അവഗണിച്ചു എന്നുള്ളതാണ്. കപ്പൽ ഓടിച്ചിരുന്ന കപ്പിത്താന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഒരു വലിയ മഞ്ഞുമല ഒഴുകി വരുന്നുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. എന്നാൽ ആ സന്ദേശത്തെ ഉൾക്കൊള്ളുവാൻ ആ കപ്പിത്താന് കഴിയാത്തത് കൊണ്ട് 1500-ൽ പരം ആൾക്കാരുടെ ജീവൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അവസാനിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, ഞങ്ങൾക്ക് ദേശത്തോട് പറയുവാനുള്ള ചില മുന്നറിയിപ്പുകളുണ്ട്. നമുക്കറിയാം, നാം അധിവസിക്കുന്നതായ ഈ ദേശത്ത് ധാരാളം മുന്നറിയിപ്പ് ബോർഡുകൾ, സൂചനാ ബോർഡുകളൊക്കെ നമുക്ക് കാണുവാൻ ഇടയായി തീരും. ഈ മുന്നറിയിപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് അപകടം, അപായം സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഞങ്ങൾക്ക് ദേശത്തോട് പറയാനുള്ളതും ആ സന്ദേശമത്രേ. മദ്യപാനം, ലഹരി പോലെയുള്ളതായ അത് അനുഭവങ്ങൾ ഇന്ന് ദേശത്തെ യൗവനക്കാരെയൊക്കെ ധാരാളം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും ഇന്ന് സമാധാനമില്ല, സന്തോഷമില്ല. പല വീടുകളിലും നിരാശയും വേദനയുമാണ്. പല പ്രിയപ്പെട്ടവരും നീരാളിപ്പിടുത്തമെന്ന പോലെ മദ്യപാനത്തിനും മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കുമൊക്കെ അടിറ്റായിത്തീരുന്ന ഒരു
വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മുടെ സാഹചര്യം ഇന്ന് എത്തപ്പെട്ടിരിക്കുകയാണ്. സമാധാനമില്ലാത്ത വീടുകൾ, സന്തോഷമില്ലാത്ത വീടുകൾ. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ, നമ്മുടെ നാളെയുടെ പ്രതീക്ഷകളായ, നമ്മുടെ ധാരാളം വിദ്യാഭ്യാസമുള്ള, ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ധാരാളം തലമുറകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒന്നുമല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ ദിവസങ്ങളിലൊക്കെ നാം കാണുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ചെറുപ്പക്കാരെ ബന്ധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വെറും 22 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ മദ്യത്തിന്റെയും രാസലഹരിയുടെയും നീരാളിപ്പിടുത്തത്തിനകത്ത് തന്റെ ഭവനത്തിലുള്ള 5 പേരെ നിഷ്കരുണം അത് കൊലപാതകം ചെയ്തു എന്നുള്ള കാര്യം ഈ ദിവസങ്ങളിലൊക്കെ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്സാരപ്പെട്ട ഒരു ചുറ്റിക കൊണ്ട് 5 പേരെയാണ് നിഷ്കരുണം, യാതൊരു മനസാക്ഷിക്ക് യാതൊരു ലവലേശവും ഇടം കൊടുക്കാതെ 5 ജീവനുകളെ നിഷ്കരുണം തല്ലി തകർക്കുവാനിടയായി തീർന്നു. ആ മരണത്തിനകത്ത് എനിക്ക് ഏറ്റവും വേദന തോന്നിയത് അവന്റെ കൂടപ്പിറപ്പായ അവന്റെ സ്വന്തം സഹോദരനെ അത് എത്ര നിഷ്ഠൂരമായിട്ടാണ് അവൻ കൊലപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. നമുക്കൊക്കെ മക്കളുള്ളവരാ, ഭാര്യമാരും കുടുംബങ്ങളും ഉള്ളവരാ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി 5 മിനിറ്റോ 10 മിനിറ്റോ വൈകി വന്നാൽ നമുക്ക് വല്ലാത്ത വേവലാതിയാ. എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? നമ്മുടെ കുഞ്ഞുങ്ങളെ കൈയോ കാലോ എന്നും മുറിഞ്ഞാൽ നമുക്ക് വേദനയാ. എന്നാൽ പ്രിയമുള്ളവരെ, സ്വന്തം കൂടപ്പറപ്പിനെ ചുറ്റികൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഞാന് നിവദിക്കുമ്പോൾ ആ കുഞ്ഞു സഹോദരൻ നിലവിളിച്ചു കാണും, ജ്യേഷ്ഠ എന്നെ എന്താണ് ഈ ചെയ്യുന്നതെന്ന്. അത്രത്തോളം മനുഷ്യന്റെ മനസാക്ഷി ഇന്ന് മുരളിച്ചിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ സമൂഹം എത്തപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ സമൂഹത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, നമ്മുടെ മുൻപിലുള്ളതാകുന്ന വലിയ അപകടത്തെ നാം കണ്ടില്ല എന്ന് നടിച്ചാൽ നാളെ നമ്മുടെ ദേശത്തും നമ്മുടെ വീടുകളിലുമെല്ലാം ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേശമേ ഉണരൂ, ജനമേ ഉണരൂ എന്ന് ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ദേശത്തിലൊക്കെ സംഭവിക്കുന്നത്? ഇവിടെ നിയമങ്ങളില്ലാത്തത് കൊണ്ടല്ല, ഇവിടെ പോലീസ് അധികാരികളില്ലാത്തത് കൊണ്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ നിയമങ്ങളുണ്ട്, ഇവിടെ പോലീസ് അധികാരികളുണ്ട്, ഇവിടെ ശിക്ഷകളുണ്ട്. പക്ഷേ അവരൊന്നും നിയന്ത്രിച്ചിട്ടും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിയന്ത്രണ വിധേയമാകാത്തതുപോലെ ഇന്ന് കാര്യങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാരൊക്കെ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല പറയുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. പ്രിയമുള്ളവരെ, ഒരു കുറ്റവാളിയെ 6 വർഷമോ 12 വർഷമോ അല്ലെങ്കിൽ ചില മാസങ്ങളോ ജയിലിൽ ഇട്ടത് കൊണ്ട് അവന്റെ സ്വഭാവത്തിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2019 ചെന്താമര എന്ന് പറയുന്ന മനുഷ്യൻ ആ സ്ത്രീയെ കൊന്ന് ജയിലിൽ അടച്ചു. 2025 ആ മനുഷ്യനെ പുറത്തുവിടുമ്പോൾ, അത് 2019 അദ്ദേഹം ജയിലിൽ കയറിയ മനുഷ്യൻ 2025 ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതേ വീട്ടിലെ സഹോദരനെയും അമ്മയെയും വകവരുത്തി വീണ്ടും അതേ ജയിലിലേക്ക് പോകുവാനിടയായി തീർന്നു. അതുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ ജയിലുകൾക്കോ ഡി-അഡിക്ഷൻ സെന്ററുകൾക്കോ കൗൺസിലിന് ഒന്നും കഴിയത്തില്ല. എന്നാൽ മനുഷ്യന്റെ സ്വഭാവത്തിന് രൂപാന്തരം എടുത്ത് അവനെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്. ഇതൊരു മതപ്രസംഗമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല. മനുഷ്യനെ രക്ഷിക്കുവാനും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാനും കഴിയുന്ന ഏക മാർഗം, ഏക സന്ദേശം എന്ന് പറയുന്നത്
സന്ദേശമായ യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ്. ഇത്ര ധൈര്യത്തോടെ ഈ ചൂടൊക്കെ സഹിച്ച് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാമായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വളരെ ധൃതിയോടെ ഈ ഉച്ച സമയത്ത് ഈ ചെറിയ ഉച്ചഭാഷണിയിലൂടെ ഈ ഉച്ചവേലിന്റെ കിരണമൊക്കെ ഏറ്റുകൊണ്ട് ഞങ്ങൾ ഈ വഴിവക്കുകളിലും തെരുവോരങ്ങളിലൊക്കെ നിന്ന് ഇത് വിളിച്ചു പറയുന്നതിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങളൊക്കെ പലരും ഈ പറയപ്പെട്ടതായ പല സ്വഭാവ സവിശേഷതകൾക്കും ഞങ്ങൾ അസാമാർഹികതകൾക്കും ഞങ്ങൾ അടിമകളായിരുന്നു. പക്ഷേ ഞങ്ങളെ വിടുവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, സഹോദര, സമാധാനമില്ലാത്ത വ്യക്തിയാണോ, സന്തോഷമില്ലാത്ത വ്യക്തിയാണോ, നിരാശപ്പെട്ട് കഴിയുന്ന ജീവിതമാണോ, താങ്കൾക്ക് രക്ഷ തരുവാൻ, സമാധാനം തരുവാൻ ഞങ്ങളെ വീണ്ടെടുത്ത യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ലയോ എന്ന് പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അല്ലവേ അല്ല, യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമാണെന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഏവരുടെയും ദൈവമാണ്. അതുകൊണ്ട് വാത്സല സഹോദര, പിതാവേ, മാതാവേ, താങ്കളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന യേശു ക്രിസ്തു താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് 2025 പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ താണലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. അപ്പൊ യേശു ക്രിസ്തുവിനോട് രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? പള്ളിയിൽ പോകണോ, മെഴുകുതിരി കത്തിക്കണോ, സാമ്പ്രാണി തിരി കത്തിക്കണോ, എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ പ്രിയ സുഹൃത്തെ, സഹോദര, ഇതൊന്നും താങ്കൾ ചെയ്യണ്ട. മറിച്ച് എന്ത് ചെയ്യുക? ആ ഹൃദയമാകുന്ന ശ്രീകോവിൽ യേശുവിനായി തുറന്നു കൊടുക്കാൻ തയ്യാറായാൽ, ആ ഹൃദയമാകുന്ന ശ്രീകോവിൽ യേശുവിനായി തുറന്നു കൊടുക്കാൻ തയ്യാറായാൽ, താങ്കളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന പാപത്തിന്റെ വിഷമുള്ളിനെ എടുത്തു മാറ്റിക്കൊണ്ട് ദൈവിക സമാധാനവും സന്ദേശവും താങ്കളുടെ ഹൃദയത്തിലേക്ക് തന്ന് താങ്കളെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു മതിയായ ദൈവമത്രേ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഈ പറയുന്നതായ യാതൊരു കാര്യപരിപാടിയും ചെയ്യണ്ട. ഇന്ന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. യേശുവിനായി ഹൃദയത്തെ കൊടുക്കാൻ തയ്യാറായാൽ, ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മാനവകുലത്തിൽ ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു എന്ന് പറയുന്ന മാർഗമാണ്. ലോകത്തിൽ ഒത്തിരി ഒത്തിരി മതങ്ങളുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്ന, മനുഷ്യനെ വിടുവിക്കാൻ കഴിയുന്ന, പാപമാകുന്ന അതേ കരാളകഷ്ടത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുന്ന ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു എന്ന് പറയുന്ന മാർഗമാണ്. ആ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താരലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. 33 തിരുവയസ്സ് വരെ കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചു. യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മരണത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച് അത് ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായി തീർന്നു. ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും കർത്താവ് ഈ ലോകത്തിൽ ചെയ്തു വെച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് പോകുവാനിടയായി തീർന്നത്. ആ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോകുന്നത് പോലെ അല്ല, പിന്നെ മറിച്ച് വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം ഏറ്റവും അടുത്തിരിക്കുകയാണ്. യേശു ക്രിസ്തു എന്തിനാണ് രണ്ടാമത് വരുന്നത്? പാപങ്ങളെ രക്ഷിക്കാനാണോ? അല്ലവേ അല്ല, മറിച്ച് പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് സാധിച്ച തന്റെ ജനത്തെ ചേർക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് പാപമില്ലാത്തവരായി വീണ്ടും ഈ ലോകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് പാപത്തിൽ മുഴുകി പാപ സ്വഭാവത്തിൽ ജീവിക്കുന്ന താങ്കളുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, താങ്കളുടെ അനേകമായിരിക്കുന്ന പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് പാപത്തിൽ നിന്ന് താങ്കളെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മകനാക്കി മാറ്റുവാൻ യേശു അതേ കർത്താവ് ശക്തനായ ദൈവമത്രേ. തമസോമ ജ്യോതിർഗമയ, അതേ അസത്വമ സദ്ഗമയ, മൃത്യുമ അമൃതംഗമയ. ഈ അസത്യത്തിൽ നിന്ന് ഞങ്ങളെ ആര് വിടുവിക്കും? ഈ പാപത്തിൽ മരണത്തിൽ നിന്ന് ഞങ്ങളെ ആര് വിടുവിക്കും? ഈ ഇരുട്ടിൽ നിന്ന് ഞങ്ങൾ കാല് വെളിച്ചം വരും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ പാപത്തിൽ നിന്നും അതിന്റെ അനന്തരപരമായ അതേ ശാപത്തിൽ നിന്നും മരണത്തിൽ
അതേ വിടുതൽ തന്നെ നിത്യജീവൻ തരുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ആ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മാറ്റം സംഭവിക്കുകയില്ല. താങ്കൾ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വിഷയമല്ല. നിങ്ങളുടെ റേഷൻ കാർഡിലെ പേര് മാറ്റണ്ട, ID കാർഡിലെ പേര് മാറ്റണ്ട, ആധാർ കാർഡിലെ പേര് മാറ്റണ്ട. അത് സുധാകരനാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, ബഷീർ എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മത്തായി എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതൊന്നും മാറ്റിയത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. മനുഷ്യ തങ്ങളുടെ ഹൃദയം മാറാൻ തയ്യാറായാൽ അത് തങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന സന്ദേശമാണ് ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നത്. ഇവിടെ ഉത്സവങ്ങൾക്ക് കുറവില്ല, ഇവിടെ പെരുന്നാളുകൾക്ക് കുറവില്ല, ഇവിടെ പള്ളികൾക്കോ ക്ഷേത്രങ്ങൾക്കോ മോസ്കുകൾക്കോ യാതൊരു കുറവുമില്ല. ഇവിടെ പാസ്റ്റർമാർക്കോ അച്ഛന്മാർക്കോ പൂജാരികൾക്കോ യാതൊരു കുറവുമില്ല. ഇവിടെ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും താങ്കളെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ താങ്കളെ രക്ഷിക്കാൻ കഴിയുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ വെടിവെച്ച, ഞങ്ങളെ രക്ഷിച്ച കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ താങ്കളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ആ യേശുക്രിസ്തു നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ സമ്പത്തോ ധനമോ വീടോ കാറോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. മറിച്ച് നിങ്ങളുടെ ഹൃദയമായ യേശുവിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ യേശു താങ്കളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം ആ യേശുവിനായി ഹൃദയത്തെ കൊടുക്കട്ടെ. താങ്കൾ ആരോ ആയിക്കൊള്ളട്ടെ, എത്ര പാപിയായ മനുഷ്യനായാലും, മദ്യത്തിനോ മയക്കുമരുന്നിനോ സിന്തറ്റിക് ഡ്രഗ്സുകൾക്കോ അല്ലെ ഭാര്യയോ ഉപദ്രവിക്കുന്നവരോ അസാൻമാർഗികമായി ജീവിക്കുന്ന സഹോദരിയോ, നിങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ, അതൊന്നും വിഷയമല്ല. ഇന്നലെ വരെ ഈ നിമിഷം വരെയുള്ള നിങ്ങളുടെ ജീവിതം കർത്താവിന് വിഷയമല്ല. എന്നാൽ ഒരു നിമിഷം ആ കർത്താവ്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്, ഞാൻ ഇന്ന സ്വഭാവങ്ങൾക്ക് അടിത്തായി വെക്കുന്നതാണ്. പലപ്പോഴും ഈ സ്വഭാവത്തിനൊക്കെ രക്ഷകരവൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. കർത്താവേ, നിന്റെ രക്തത്താൽ എന്റെ അനേകമായ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവിടുത്തെ മകനാക്കി, മകളാക്കി, പുത്രനാക്കി, പുത്രയാക്കി എന്നെ തീർക്കണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആമേ. നിങ്ങൾ രോഗിയായി വെക്കുകയാണോ, തകർന്നിരിക്കുന്ന വെക്കുകയാണോ, യേശുവിനായി ഹൃദയത്തെ കൊടുത്താൽ യേശു താങ്കളെ വിടുവിക്കും. അത് മറ്റൊരുത്തും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ ദൈവമൊരുക്കിയ മാർഗം യേശുക്രിസ്തു എന്ന മാർഗമാണ്. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. നാളെ ആകട്ടെ, അടുത്ത ദിവസമാകട്ടെ എന്ന് ചിന്തിച്ച് സമയം കളയരുത്. മരണം നിശ്ചയമാണ്, ദിവസം നിശ്ചയമല്ല. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്ക് മരണം കയറി വരും. അതുകൊണ്ട് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് മരണത്തിന് മുമ്പ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനായി, മകളായി തീർന്ന് കർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളേവരെയും ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ സുപ്രധാന നിമിഷം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാൽ കർത്താവിനായി സമർപ്പിക്കാം. ദൈവമേവരെയും കൃപ ചെയ്തിട്ട് സഹായിക്കുമാറാകട്ടെ. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ